കാസർഗോഡ് പെരിയയിൽ കോൺഗ്രസ് ഭീകരത. കൊള്ളയിലും കൊള്ളിവെപ്പിലും 5 കോടിയിലേറെ രൂപയുടെ നഷ്ടം. അക്രമം നടന്ന പ്രദേശങ്ങൾ പി കരുണാകരൻ എംപിയുടെ നേതൃത്വത്തിൽ സിപിഎം നേതാക്കൾ സന്ദർശിക്കുന്നതിനിടയിൽ കോൺഗ്രസ് പ്രവർത്തകർ സംഘർഷത്തിന് ശ്രമിച്ചു. പെരിയയിലെ കൊലപാതകത്തെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ പെരിയയിലും കല്യോട്ടും നടത്തിയത് ഭീകരമായ ആക്രമണം. കൊള്ളയും കൊള്ളിവയ്പും അഴിഞ്ഞാട്ടവും വ്യാപകമായി നടന്നു. ഇതേ തുടർന്നുണ്ടായത് 5 കോടിയിലേറെ രൂപയുടെ നഷ്ടം. പെരിയയിലെ AKG മന്ദിരം, വായനശാല, വനിതാ സൊസൈറ്റി, സോഡ ഫാക്ടറി, ദിനേശ് ബീഡി കെട്ടിടം, എച്ചിരടുക്കത്ത് CPIM ഓഫീസ്, സ്മാരക സ്തൂപം, വെയിറ്റിംഗ് ഷെഡ്, കല്യോട്ടെ CPIM ബ്രാഞ്ച് ഓഫീസ്, വത്സന്റെയും ജയരാജന്റെയും ഗംഗാധരന്റെയും കടകൾ, ഗംഗാധരന്റെയും ഓമനക്കുട്ടന്റെയും വീടുകൾ എന്നിവയെല്ലാം തീയിട്ടും ആക്രമിച്ചു നശിപ്പിച്ചു. പ്രതി പീതാമരന്റെ കൃഷിയും വീടും നശിപ്പിച്ചു. ഗംഗാധരന്റെ വീട്ടിൽ നിന്നും 16.5 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കൊള്ളയടിച്ചു. പലരുടെയും വീടുകളിൽ നിന്നും പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും കൊള്ളയടിച്ചു. അക്രമികളിൽ നിന്ന് നഷ്ടം ഈടാക്കണമെന്നും ഇവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും പി കരുണാകരൻ MP ആവശ്യപ്പെട്ടു. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ്. സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുക എന്നുള്ളത് പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ്. അത് വെച്ചുകൊണ്ട് ഇപ്പോൾ നാശനഷ്ടമുണ്ടായാൽ ഏതൊക്കെ വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് കേസെടുക്കാമെന്ന് പോലീസിനോട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെയൊക്കെ ഈ കുഴപ്പമുണ്ടാക്കിയ ആൾക്കാർ, കേസിൽ പ്രതികളായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അവിടെ മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളത്. നമ്മൾ പോകുന്ന സമയത്ത് അത് പോലീസുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് വെച്ചുകൊണ്ട് ഇവിടെ നടന്നിട്ടുള്ള ഈ സംഭവം നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം, അതിൻ്റെ മേലെ നടന്നിട്ടുള്ള ഹർത്താൽ, അതുമായി ബന്ധപ്പെട്ട് കല്യോട്ടും പെരിയയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള നാശനഷ്ടം വളരെ വളരെ ഭീകരമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്തതാണ്. ആക്രമണം നടന്ന വീടുകളും സ്ഥാപനങ്ങളും കടകളും സന്ദർശിക്കാൻ പോയ CPIM നേതാക്കളെ കല്യോട്ട് ടൗണിൽ 2 തവണ കോൺഗ്രസ് പ്രവർത്തകർ തടയാൻ ശ്രമിച്ചു. സംഘർഷം സൃഷ്ടിക്കാനായിരുന്നു ഇവരുടെ ശ്രമം. നേതാക്കളുടെ സംയമനവും പോലീസിന്റെ ശക്തമായ ഇടപെടലും അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കി. പി കരുണാകരൻ MPക്കൊപ്പം CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ, KP സതീഷ് ചന്ദ്രൻ, CH കുഞ്ഞമ്പു, MLA മാരായ M രാജഗോപാലൻ, K കുഞ്ഞിരാമൻ തുടങ്ങിയ നേതാക്കളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നെഹ്റുവിന്റെയും ഗാന്ധിയുടെയും പുസ്തകങ്ങൾക്ക് തീയിട്ട കോൺഗ്രസിന്റെ ഫാസിസം. പെരിയയിൽ കത്തിയെരിഞ്ഞതിൽ 3500 പുസ്തകങ്ങളുള്ള AKG ഗ്രന്ഥാലയവും. ഗ്രന്ഥാലയത്തിന് തീയിട്ടത് K സുധാകരന്റെ കണ്ണൂരിൽ നിന്നുള്ള അനുയായികൾ ഉൾപ്പെടുന്ന അക്രമി സംഘം. 29 വർഷം മുമ്പ് തുടങ്ങിയതാണ് കാസർഗോഡ് പെരിയയിലെ AKG ഗ്രന്ഥാലയം. ഗ്രാമത്തിന് അക്ഷര വെളിച്ചം നൽകി വന്ന ഈ ഗ്രന്ഥാലയമാണ് അക്ഷരവിരോധികളായ കോൺഗ്രസ് അക്രമി സംഘം നിഷ്ഠൂരമായി അഗ്നിക്കിരയാക്കിയത്. 4500ഓളം പുസ്തകങ്ങൾ ഇവിടെയുണ്ടായിരുന്നു. ഇതിൽ 3500ഓളം പുസ്തകങ്ങളാണ് കത്തി നശിച്ചത്. 2010ലാണ് AKG ഗ്രന്ഥാലയത്തിന് സംസ്ഥാന ലൈബ്രറി കൌൺസിലിൽ അഫിലിയേഷൻ ലഭിച്ചത്. കത്തി നശിച്ചതിൽ മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കളുടെയും ചരിത്ര പുരുഷന്മാരുടെയും പുസ്തകങ്ങളും ഉൾപ്പെടുന്നു. മറ്റു പ്രമുഖ എഴുത്തുകാരുടെ സാഹിത്യ സൃഷ്ടികളും അലമാരകളും ഫർണിച്ചറും സാംസ്കാരിക നായകരുടെ ചിത്രങ്ങളുമൊക്കെ കത്തിനശിച്ചു. കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വിലാപയാത്രയിൽ പങ്കെടുത്തവരാണ് പട്ടാപകൽ പോലീസ് നോക്കി നിൽക്കെ ആക്രമണം നടത്തിയത്. കോൺഗ്രസ് നേതാവ് K സുധാകരന്റെ അക്രമാഹ്വാനം അനുയായികൾ ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുക്കുകയാണുണ്ടായതെന്ന് AKG ഗ്രന്ഥാലയം സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് പറഞ്ഞു. 3500ഓളം പുസ്തകം ഇപ്പോൾ കത്തി നശിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ പുസ്തകങ്ങളുണ്ട്. അതിൽ എത്ര കണ്ട് ബാക്കിയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല. അതിന്റെ തെളിവെടുപ്പ് കഴിഞ്ഞിട്ടില്ല. കൂടാതെ ഇതിൽ നെഹ്റുവിന്റെയും ഗാന്ധിജിയുടെയും പിന്നെ പ്രഗത്ഭരായ മറ്റ് എഴുത്തുകാരുടെ പുസ്തകങ്ങളുടെ ഒരു ശേഖരം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഇപ്പോൾ ഈ പുസ്തക വിരോധികൾ നശിപ്പിച്ചിട്ടുള്ളത്. പുറമെ നിന്ന് വന്ന സുധാകരന്റെ ഗുണ്ടാസംഘങ്ങൾ ഇതെല്ലാം നശിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ ഈ കാസർഗോഡ് ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും പിന്നെ അണികളെ എത്തിച്ചുകൊണ്ട് ഒരു വലിയൊരു അക്രമമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ബഹുജന പങ്കാളിത്തത്തോടെ ഗ്രന്ഥാലയം പുനർജീവിപ്പിക്കുവാൻ നടപടി സ്വീകരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആക്രമണം നടത്തിയവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകണമെന്നും ഗ്രന്ഥാലയം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഗ്രാമങ്ങളിൽ അക്ഷരവെളിച്ചം നൽകുന്ന ഗ്രന്ഥാലയങ്ങളെ പോലും കോൺഗ്രസ് അക്രമികൾ ഒഴിവാക്കിയില്ല. ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും പുസ്തകങ്ങൾ പോലും അവർ തീയിട്ടു. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. കാസർഗോഡ് കോൺഗ്രസ് ആണ് അക്രമങ്ങൾക്ക് തുടക്കമിട്ടതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പാർട്ടി ഓഫീസ് തകർത്ത് നിരവധി പേരെ ആക്രമിച്ചു. എന്നാൽ കൊലയ്ക്ക് പകരം കൊല എന്ന നിലപാട് CPMന് ഇല്ലെന്നും കോടിയേരി പറഞ്ഞു. ഇപ്പോൾ കാസർഗോഡ് ഉണ്ടായിട്ടുള്ള കൊലപാതകം, അവിടെ CPMന് പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു പ്രദേശമാണ് ഈ സംഭവം നടന്ന സ്ഥലം. ഏതോ ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് പാർട്ടി ഗ്രാമമാണ്. അങ്ങനെ നോക്കിയാൽ അത് കോൺഗ്രസിൻ്റെ ഗ്രാമമാണ്. കോൺഗ്രസ്സുകാർക്ക് ആ പ്രദേശത്ത് പ്രവർത്തന സ്വാതന്ത്ര്യമുള്ളൂ.
പക്ഷെ അവിടെ ഒരു പാർട്ടി ഓഫീസ് സ്ഥാപിച്ചു. അതുമുതലാണ് അവിടെ പ്രശ്നം ആരംഭിച്ചത്. നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുന്ന സ്ഥിതിയുണ്ടായി. വീടുകൾ ആക്രമിച്ചു, പാർട്ടി ഓഫീസ് തന്നെ ആക്രമിച്ചു, ഈ ഓഫീസ് തന്നെ ആക്രമിച്ച് തകർത്തു. അതിനെ തുടർന്ന് കുറേ സംഘർഷങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഡിസംബർ മാസം 29-നാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരക്കടുത്ത് പവിത്രേശ്വരത്ത് CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി ദേവദത്തനെ കോൺഗ്രസ്സുകാരാണ് വെട്ടിക്കൊന്നത്. CPMന്റെ ഭാഗത്ത് അവിടെ യാതൊരുവിധ പ്രതികാര നടപടി ഉണ്ടായിട്ടില്ല. തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസ്സുകാർ 3 കോൺഗ്രസ്സുകാരെ വെട്ടിക്കൊന്നു. CPMകാരല്ല കോൺഗ്രസ്സുകാരെ കൊന്നത്. തൃശ്ശൂരിൽ 3 കോൺഗ്രസ്സുകാരെ തന്നെ കൊന്നു. UDFനകത്ത് UDFിലെ ഘടകകക്ഷികൾ മാത്രമല്ല ഇപ്പോൾ ഉള്ളത്. കേരളത്തിലെ ചില മാധ്യമ മേധാവികളും UDFിലെ ഘടകകക്ഷികളെ പോലെ പ്രവർത്തിക്കുകയാണ്. പെരിയയിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കുമ്പോൾ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരന് നേരെ കോൺഗ്രസ് പ്രവർത്തകന്റെ അധിക്ഷേപം. ഇതിന്റെ ദൃശ്യങ്ങൾ പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. കൊല്ലപ്പെട്ടവരുടെ വീടുകൾ CPM നേതാക്കൾ സന്ദർശിക്കുന്നതിന് അനുകൂല നിലപാടല്ല ജില്ലാ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത്. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ സന്ദർശിച്ച് ബന്ധുക്കളെ ആശ്വസിപ്പിക്കുകയുണ്ടായി. കൊല്ലപ്പെട്ട കൃപേഷിന്റെ വീട് സന്ദർശിക്കുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകൻ മന്ത്രിയെ മോശപ്പെട്ട വാക്കുകളിൽ അധിക്ഷേപിച്ച് സംസാരിച്ചു. ഇതിന്റെ ദൃശ്യങ്ങൾ പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. പ്രാദേശിക കോൺഗ്രസ് നേതാവ് ഈ സമയത്ത് ഈ പ്രവർത്തകന്റെ കവിളുകളിൽ തല്ലുന്നത് ദൃശ്യങ്ങളിൽ കാണാം. കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിച്ച് ഇപ്പോഴത്തെ സംഘർഷത്തിൽ അയവ് വരുത്തുന്നതിനും ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നതിനും പി കരുണാകരൻ MP ഉൾപ്പെടെ CPM നേതാക്കൾ കോൺഗ്രസ് ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ടുവെങ്കിലും അനുകൂല പ്രതികരണമുണ്ടായില്ല. ഇതിൽ നിന്നും സംഘർഷാവസ്ഥ നിലനിർത്തുവാനാണ് കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. ഞങ്ങൾ MP അടക്കമുള്ള ജനപ്രതിനിധികൾ സ്വാഭാവികമായി ആ പ്രദേശത്ത് ഈ മരണപ്പെട്ട വീട്ടിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് 2 ദിവസം മുമ്പേ DCC പ്രസിഡന്റുമായിട്ട് സംസാരിച്ചു. ഞങ്ങൾക്ക് അവിടെ പോകണം, ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് ആ വീട്ടുകാരെ കാണണം. പക്ഷേ എന്താ ഞങ്ങളോട് പറഞ്ഞത്? 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ച് പറയാമെന്നാണ്. പിന്നെ ഞാൻ പത്രത്തിൽ കണ്ടു അവിടെ പോകാൻ അവർ വിടുന്നില്ല, പിന്നെ മറ്റെന്താണ് വഴി എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ പേരിൽ ഞങ്ങൾ പോയിട്ട് വീണ്ടും ആ വീട്ടിൽ കയറിയിട്ട് വീണ്ടും ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്നത് ഭൂഷണമല്ല എന്നൊറ്റ ചിന്തയിലാണ് ഞങ്ങളിപ്പോൾ നിലനിൽക്കുന്നത്. പി കരുണാകരൻ MP ഉൾപ്പെടെ CPM നേതാക്കൾ അക്രമപ്രദേശങ്ങൾ സന്ദർശിച്ചപ്പോൾ 2 തവണയാണ് കല്യോട്ട് ടൗണിൽ കോൺഗ്രസ് പ്രവർത്തകർ സംഘർഷത്തിന് ശ്രമിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മലപ്പുറം എടവണ്ണ തൂവക്കാട് പെയിന്റ് ഗോഡൌണിൽ തീപിടുത്തം. തീ അണയ്ക്കാൻ ഊർജിത ശ്രമം നടക്കുന്നു. വിവരങ്ങളുമായി സ്വാലിഹ് ചേരുന്നുണ്ട്. സ്വാലിഹ്, എപ്പോഴാണ് തീപിടുത്തം ഉണ്ടായത്? തീ ഇപ്പോഴും പടരുകയാണോ? തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നുണ്ടോ? എന്താണ് തീപിടുത്തത്തിനുള്ള കാരണമെന്ന പ്രാഥമിക വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അശ്വതി, എടവണ്ണ തൂവക്കാടിന് സമീപം പെയിന്റിംഗ് ഗോഡൌണിലാണ് വൻ തീപിടുത്തമുണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 2 മണിയോടെയായിരുന്നു അപകടം. ഇപ്പോഴും തീ അണയ്ക്കാനായിട്ടില്ല. ഭൂഗർഭ പെയിന്റിന്റെ സൂക്ഷിച്ചു വെച്ചിരുന്ന അറകൾക്കെല്ലാം തീപിടിച്ചിട്ടുണ്ട്. വലിയ തോതിൽ പൊട്ടിത്തെറിക്കുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ട് നാട്ടുകാരെ, സമീപവാസികളെ എല്ലാം ഒഴിപ്പിച്ചു കഴിഞ്ഞു. ഒരു ലോറിയും 2 കാറും സമീപത്ത് നിർത്തിയിട്ടിരുന്നത് കത്തി നശിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെല്ലാം മലപ്പുറം, നിലമ്പൂർ, മണ്ണാർക്കാട് ഭാഗങ്ങളിലുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെല്ലാം എത്തിയിരുന്നു. പക്ഷേ തീയണക്കാനായില്ല. തുടർന്ന് എയർപോർട്ടിൽ നിന്ന്, കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട്, വിങ് എത്തിയിട്ടുണ്ട്. ഇവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നത്. വലിയ തോതിൽ പുക ഉയരുന്നുണ്ട്. ഏതായാലും ആളപായമില്ല. ഈ സംഭവം നടക്കുന്ന സമയത്ത് ഒരു വലിയ പൊട്ടിത്തെറിയോടെയാണ് തീപിടുത്തം ഉണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഈ സമയത്ത് 4 ജീവനക്കാർ അതിനകത്തുണ്ടായിരുന്നു. ഇവർ ഓടി രക്ഷപ്പെട്ടു എന്നാണ് സമീപവാസികൾ പറഞ്ഞത്. തീയും പുകയും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സമീപത്തുള്ള തെങ്ങുകളും എല്ലാം കത്തി നശിച്ചിട്ടുണ്ട്. ഏതാണ്ട് 1/2 കിലോമീറ്റർ ചുറ്റളവിലുള്ള വീടുകളിൽ നിന്നെല്ലാം ആളുകളെ ഒഴിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇവരോട് മാറിപ്പോകണമെന്ന് കലക്ടർ നൽകുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കണമെന്ന്, അംഗീകരിക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവിയും അറിയിച്ചിട്ടുണ്ട്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പ്രദേശത്ത് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അശ്വതി, സ്വാലിഹി, തീപിടുത്തത്തിനുള്ള കാരണം എന്തെന്ന് വ്യക്തമായിട്ടുണ്ടോ? അതിനകത്തു നിന്നും പുറത്തു വന്ന തൊഴിലാളികൾ എന്താണ് ഇതേക്കുറിച്ച് പറയുന്നത്?
ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആവാം അപകട കാരണമെന്നാണ് പ്രാഥമികമായി കരുതുന്നത്. എന്നാൽ അതിനകത്ത് ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിച്ചിരുന്നു. ഇതിന്റെ പ്രവൃത്തികൾക്കായി ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിച്ചിരുന്നു. ഇത് പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണമെന്നും അവിടെ ഉണ്ടായിരുന്നവരും സമീപവാസികളും പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. ഏതായാലും ലക്ഷക്കണക്കിന് രൂപയുടെ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം പ്രാഥമികമായി തന്നെ കണക്കാക്കുന്നു. കെട്ടിടം പൂർണ്ണമായും ഗോഡൌണുകളും പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട്. ഏതാണ്ട് 5 മണിക്കൂറോളം നിന്ന് കത്തുകയാണ്. ഇപ്പോഴും തീയണക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കരിപ്പൂർ വിമാനത്താവളത്തിലെ ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗമാണ് എത്തിയിട്ടുള്ളത്. ഇവർ വെള്ളത്തിന് പകരം ആ ഭാഗത്തു നിന്ന് പെയിന്റ് ഗോഡൌണിൽ തീപിടുത്തം. സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്. അതിഥി തൊഴിലാളികൾക്കുള്ള രാജ്യത്തെ ആദ്യ പാർപ്പിട സമുച്ചയം മുഖ്യമന്ത്രി കൈമാറിയത് 8.5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച 620 പേർക്ക് താമസയോഗ്യമായതാണ് ബഹുനില കെട്ടിടം. ഈ വാർത്തയിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ കേരള സംരക്ഷണ യാത്രയിൽ അരൂർ മണ്ഡലത്തിൽ കോടിയേരി ബാലകൃഷ്ണന് സ്വീകരണം നൽകുകയാണ്. ജാഥ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ അവസാന മണ്ഡലമായ അരൂരിലെത്തിയിരിക്കുന്നു. ഇതോടുകൂടി ആലപ്പുഴ ജില്ലയിലെ പര്യടനം പൂർത്തിയാകും. ഇന്ന് രാത്രിയോടുകൂടി ജാഥ ആലപ്പുഴ ജില്ലയിൽ നിന്നും കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിക്കും. തത്സമയ സംപ്രേഷണമാണ് കാണുന്നത്. ധൈര്യമുള്ള ആരെങ്കിലും കേട്ടതാണോ? അപ്പൊ ഈ കൂവിയതൊക്കെ ആരാ? ഞാൻ പറയുന്നു, നരേന്ദ്രമോദിയുടെ കൂടെ കേരളത്തിലേക്ക് വന്ന മറ്റ് സംസ്ഥാനത്തിൽപ്പെട്ട ആരോ കൂവുന്നതിന് ഭാഷയൊന്നുമില്ല. ഇംഗ്ലീഷിൽ കൂവിയാലും ഹിന്ദി കൂവിയാലും അല്ലെങ്കിൽ മറ്റ് ഭാഷകളിൽ കൂവിയാലും കൂവല്ല. അപ്പം ഇത് മനസ്സിലാക്കിയ ബി ജെ പിയിലെ സഹോദരങ്ങൾ ചോദിച്ചു, തിരിച്ചു പോകണമെന്നാണ് ചേട്ടന്മാരെ തിരിച്ചു പോകാൻ അതല്ലേ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. ദയവായിട്ട് 2 സൈഡിലേക്കും മാറി നിന്നുകൊണ്ട് അദ്ദേഹം ഈ സ്റ്റേജിലേക്ക് കടന്നു വരാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം. നമ്മളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന, നമ്മളൊക്കെ ആരുടെ വാക്ക് കേൾക്കുവാൻ ആഗ്രഹിച്ചിരുന്നുവോ നിങ്ങളുടെ പണികളൊക്കെ ഒഴിവാക്കി ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവിടെ കൂടിയിരിക്കുന്നത് ആരെ കാണുവാനാണോ, ആരുടെ ശബ്ദം കേൾക്കുവാനാണോ? ആ സഖാവ് ഞാൻ പറഞ്ഞു വന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിക്കാൻ ബഹുമാനപ്പെട്ട ജാഥാ ക്യാപ്റ്റൻ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ദയവായിട്ട് അദ്ദേഹത്തിന് കടന്നു വരുവാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം. കൂടുതൽ വിവരങ്ങൾ നൽകുവാനായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, ആലപ്പുഴ ജില്ലയിലെ അവസാന യോഗമാണ് ഇപ്പോൾ അരൂർ മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വൻ ജനാവലിയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ഇത്തരത്തിൽ ഓരോ മണ്ഡലങ്ങളിലും നമുക്ക് കാണാൻ സാധിച്ചത് നമ്മൾ പ്രതീക്ഷിച്ചതിലും അധികം ജനപങ്കാളിത്തമാണ് നമുക്ക് ഓരോ ജാതിയിലും കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസം 2 ദിവസം മുൻപ് മാന്നാർ പഞ്ചായത്തിൽ, അതായത് ചെങ്ങന്നൂർ മണ്ഡലത്തിൽ നിന്നാണ് ജാഥ പര്യടനം ആരംഭിച്ചത്. അതിനുശേഷം കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നമുക്ക് ഈ 9 മണ്ഡലങ്ങളിലും സമാനമായ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം കാണാൻ സാധിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് അരൂർ മണ്ഡലത്തിലെ പൂച്ചാക്കലിലാണ് കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥയുടെ സ്വീകരണം നടക്കുന്നത്. ഇതിനുശേഷം കോട്ടയം ജില്ലയിലേക്കാണ് ജാഥ പര്യടനത്തിനായിട്ട് പോകുക. എന്തായാലും അതിന്റെ സമാപന യോഗമാണ്. കാര്യം ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും അവസാനത്തെ മണ്ഡലത്തിലെ യോഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വൻ ജനപങ്കാളിത്തമാണ് നമുക്ക് ഈ പൂച്ചാക്കൽ കാണാൻ സാധിക്കുന്നത്, അരൂർ മണ്ഡലത്തിലും കാണാൻ സാധിക്കുന്നത്. ഇതിന് തൊട്ട് മുൻപ് നടന്നത് ചേർത്തല മണ്ഡലത്തിലായിരുന്നു. ഇവിടെയൊക്കെ തന്നെ സ്ത്രീകളുടെ പങ്കാളിത്തവും അതോടൊപ്പം തന്നെ പാർട്ടിക്കാരും ഇടതുപക്ഷ ചിന്താഗതിക്കാരും പാർട്ടിക്കാരും അല്ലാത്ത ബഹുജനങ്ങളുടെ ഒരു നല്ല പങ്കാളിത്തം നമുക്ക് ഓരോ കേന്ദ്രങ്ങളിലും കാണാൻ സാധിക്കും. ഇത്തരത്തിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തമാണ് നമുക്ക് ഈ തെക്കൻ മേഖലാ ജാഥയ്ക്ക് ആലപ്പുഴ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ കാണാൻ സാധിച്ചത്. അശ്വതി, ആലപ്പുഴ ജില്ലയിൽ തെക്കൻ
മേഖല കേരള സംരക്ഷണ യാത്രയുടെ പര്യടനം തുടരുകയാണ്. അരൂർ മണ്ഡലത്തിലെ യോഗത്തോടുകൂടി ആലപ്പുഴ ജില്ലയിലെ ജാഥ പര്യടനം പൂർത്തിയാകും. ഇന്ന് രാത്രിയോടുകൂടി ജാഥ കോട്ടയം ജില്ലയിലേക്ക് കടക്കും. വിവരങ്ങളാണ് ആലപ്പുഴയിൽ നിന്നും ഷാജഹാൻ നൽകിയത്. പാർട്ടിയിലെ തർക്കം തീർക്കാനാണ് ബി.ജെ.പി. ജാഥ നടത്താൻ തീരുമാനിച്ചതെന്ന് കാനം രാജേന്ദ്രൻ. 15 ലക്ഷം വാഗ്ദാനം ചെയ്തവരാണ് കർഷകർക്ക് 2000 രൂപ നൽകി എല്ലാം പരിഹരിച്ചു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതെന്നും കാനം പറഞ്ഞു. ഇത് എത്ര പേർക്ക് ലഭിക്കുമെന്ന് കണ്ടറിയണം. തുക ലഭിച്ചില്ലെങ്കിൽ കേന്ദ്രത്തോട് തന്നെ ചോദിക്കാൻ കർഷകർ തയ്യാറാകണമെന്നും കാനം പറഞ്ഞു. കോഴിക്കോട് വടക്കൻ മേഖല കേരള സംരക്ഷണ യാത്രയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാവരുടെ അക്കൗണ്ടിൽ 15 ലക്ഷം വരും എന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയ ആളാണ് എന്ന് ഓർക്കണം. ഇപ്പൊ ഏതായാലും 2000 വരൂ എന്ന് പറയുന്നുള്ളൂ. കാരണം അദ്ദേഹത്തിനും അറിയാം ഈ 2000 കൊടുക്കേണ്ടി വരുള്ളൂ. പിന്നെ അടുത്ത ഘട്ടം ആ ഗവൺമെന്റ് ഉണ്ടെങ്കിലല്ലേ വിതരണം ചെയ്യേണ്ട ബാധ്യതയുള്ളൂ. കാനം രാജേന്ദ്രൻ നയിക്കുന്ന LDF വടക്കൻ മേഖലാ ജാഥ കോഴിക്കോട് ജില്ലയിൽ പര്യടനം തുടരുന്നു. വൈകിട്ടോടെ കേരള സംരക്ഷണ യാത്ര കോഴിക്കോട് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കും.